വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ഏറ്റവും അവസാനം ആർക്കാണ് മെസ്സേജ് അയച്ചത്? ഏറ്റവും അടുത്തൊരു സുഹൃത്തിനാണ് മെസ്സേജ് അയച്ചത്. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ അല്ല, ഈ മീഡിയക്കാർ തന്നെ എന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച ഒരു ആളായിരുന്നു. ആളെ കാണിച്ചു തരാം. ശരിക്കും ആളാരാണ്? നേരത്തെ പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അവിടെ വെച്ച് നിർത്തുവാണ്? അവിടെ വെച്ച് നിർത്തുവാണ്. ഉറപ്പിച്ചതാണ്? തീർച്ചയായിട്ടും. അത്രയായല്ലോ, മതി. അത് ഞാൻ അനുപമയായിട്ടൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അനുപമയോട് പ്രേമമാണെന്ന് പറഞ്ഞു. അനുപമ പരമേശ്വരൻ. ദിലീപ് അങ്കിളായിട്ട് ഞാൻ 2 ഫോട്ടോ ഇട്ടപ്പോഴോ കാവ്യ ചേച്ചിയുടെ ഫോട്ടോ ഇട്ടപ്പോഴോ ഉടൻ മീനാക്ഷി എൻ്റെ കല്യാണം ഉറപ്പിച്ചു. സോ യു സിംഗിൾ, റെഡി ടു മിംഗിൾ? ഐ എം സിംഗിൾ, ഡെഫിനറ്റ്ലി നോട്ട് റെഡി ടു മിംഗിൾ. ഗോകുലിന് അയച്ച ലാസ്റ്റ് മെസ്സേജ്? വെറുതെ റിസ്ക് എടുക്കണം. 3 സെക്കൻഡേ ഉള്ളൂ. എന്താ അയച്ചെന്ന് ഞാൻ മറന്നു. ഞങ്ങള് തയ്യാറാ റിസ്ക് എടുക്കാൻ. ഞാൻ തയ്യാറില്ല. അച്ഛന്റെ ഫേവറേറ്റ് ഇമോജി എന്താണ്? ഓരോ മെസ്സേജിന്റെ കൂടെയും ഒരു 10 ഉമ്മയും 10 ഹാർട്ടും തരും. ലാസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്താണ്? ലാസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ബഫലോ ജെൻഡർ. മാധവ്, ബിഹൈൻഡ് വുഡ്സിന്റെ വാട്ട്സ് ഇൻ മൈ ഫോൺ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഫോൺ വാൾപേപ്പർ. Phone wallpaper. Cristiano Ronaldo and Wayne Rooney from 2008. Manchester United players. ഫുട്ബോൾ ഫാനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ നമ്മളിപ്പോൾ കണ്ട പോലെയാണോ? Actually, രണ്ടുപേരുമാണ്. പക്ഷേ if I have to pick one, Cristiano Ronaldo. I've based my game based on him. So. അച്ഛനുമായിട്ട് ഒന്നിച്ചുള്ള ലാസ്റ്റ് സെൽഫി? അച്ഛനായിരുന്നു ലാസ്റ്റ് സെൽഫി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി എടുക്കേണ്ടി വരും. ഒരു സെക്കൻഡ്. ഈ സെൽഫിയുടെ പിന്നിലെ കഥ എന്താണ്? ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷനിൽ എഴുതിയിട്ടുണ്ട്, അനാവശ്യമായി സംസാരിക്കുന്ന കുറച്ച് ആൾക്കാർക്കൊരു മറുപടി ആയിട്ട് തന്നെ കൊടുത്താണ്. ഫോണിൽ ഏറ്റവും ഓർമ്മകളുള്ള ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടോ? വെരി റീസെന്റ് ആക്ച്വലി. നമ്മുടെ കുടുംബത്തിൽ among us siblings ആദ്യത്തെ ഒരാൾ കല്യാണം കഴിച്ച് പോകുന്നതായിരുന്നു. The first among us. And അതിന് കല്യാണത്തിന് പിറ്റേ ദിവസമല്ല മുന്നത്തെ ദിവസം ഒരു ചടങ്ങുണ്ടായിരുന്നു. നമ്മൾ 6 പേരുടെയും ഫോട്ടോ ആണ്. ഓക്കേ. ഇനി ഗോകുലിന് അയച്ച ലാസ്റ്റ് മെസ്സേജ്? ഗോകുലിന് അയച്ച ലാസ്റ്റ് മെസ്സേജ് ഞാൻ നോക്കിയിട്ട് പറയാം കാണിക്കാൻ പറ്റുമെന്ന്. ഗോകുലിന് അയച്ച ലാസ്റ്റ് മെസ്സേജ് ഒരു വോയിസ് നോട്ടായിരുന്നു. കേൾപ്പിക്കാൻ പറ്റുന്ന നോട്ടല്ല. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. വെറുതെ റിസ്ക് എടുക്കണം. 3 സെക്കൻഡേ ഉള്ളൂ. എന്താ അയച്ചെന്ന് ഞാൻ മറന്നുപോയി. ഞങ്ങള് തയ്യാറാ റിസ്ക് എടുക്കാൻ. ഞാൻ തയ്യാറില്ല. അച്ഛന്റെ ഫേവറേറ്റ് ഇമോജി എന്താണ്? ഈ ഫോണിൽ മെസ്സേജസ് വരുമ്പോൾ ഇമോജീസ് വരാറുണ്ട്. അത് ഭയങ്കര ഈസിയാണ്. ഓരോ മെസ്സേജിന്റെ കൂടെയും ഒരു 10 ഉമ്മയും 10 ഹാർട്ടും തരും. ഫാമിലി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്? ഫാം. അത് ഭയങ്കര ആക്റ്റീവ് ആണോ? അമ്മ അതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള. ഇപ്പം എൻ്റെ ചേട്ടൻ്റെ ആയാലും എൻ്റെ ആയാലും വർക്കിൻ്റെ എന്ത് ആർട്ടിക്കിൾ വന്നാലും അച്ഛൻ്റെ എന്ത് ആർട്ടിക്കിൾ വന്നാലും അമ്മ അതെടുത്ത് റീപോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് അല്ലാതെ നമ്മുടെ ഫാമിലിയിൽ എടുക്കുന്ന ഫോട്ടോയും പിന്നെ വീട്ടിൽ 2 പട്ടികളുണ്ട്. ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഹസ്കി ഉണ്ട്, ബ്ലേഡ്. ആൻഡ് നമ്മൾ രാജപാളയം ഒരാളുണ്ട്, ധീര എന്ന് പറഞ്ഞ്. അവൻ അമ്മയുടെ യങ്ങസ്റ്റ് സണ്ണായിട്ടാണ് ധീരനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അവൻ്റെ ഫോട്ടോസ് എല്ലാം അമ്മ ഇടയ്ക്കിടയ്ക്ക് എടുത്തിടും. ഫുഡിന്റെ മെനു ഇന്നത് വേണോ അങ്ങനെ വേണോ ഡിസ്കഷൻസ് ഇതെല്ലാം അതിൻ്റെ ഉള്ളിലാണോ? അങ്ങനെയൊന്നുമില്ല. വീട്ടിലൊരു കോമൺ മെനു ആണ് ഫുഡിന്റെ കാര്യം വരുമ്പോഴത്തേക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. എല്ലാവർക്കും തികയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജനറൽ എമൗണ്ട് ഓഫ് ഫുഡ് വരാറുണ്ട്. ലാസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്താണ്? ലാസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ബഫലോ ജെൻഡർ. ഇവിടെ ഇരുന്ന് ചെയ്തതാണ്. വിയേർഡ് സെൽഫി വിത്ത് ഫാമിലി ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സെൽഫി കാണുമോ? പിന്നെ കണ്ടു കഴിയുമ്പോൾ വിയേർഡ് സെൽഫി വിത്ത് വൺ ഫാമിലി മെമ്പർ എനിക്ക് പറയാൻ പറ്റും. അത് ഇപ്പം എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ എടുത്തു തരാൻ പറ്റും. സോറി ബാഗി. ഇത് നമ്മുടെ ഒരു ചേട്ടസ്ഥാനമുള്ള ഒരാളുണ്ട്. അച്ഛൻ്റെ കസിനാണ്. നമ്മൾ അങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ എൻ്റെ ചേട്ടനേക്കാൾ 1 വയസ്സ് മൂത്തയാണ്. അഡ്വക്കേറ്റ് വിഷ്ണു കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ മോളുടെ 1st, 2nd ബർത്ത്ഡേക്ക് നമ്മൾ പോയപ്പോഴത്തേക്കും റാൻഡമായിട്ട് ഞാൻ ചേച്ചിയായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഏറ്റവും അവസാനം ആർക്കാണ് മെസ്സേജ് അയച്ചത്? എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനാണ് മെസ്സേജ് അയച്ചത്. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ? അല്ല, ഈ മീഡിയക്കാർ തന്നെ എന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച ഒരു ആളായിരുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു? തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ അത് കാണിച്ചു തന്നാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. മെസ്സേജ് ഒന്നും ഞാൻ കാണിച്ചു തരാൻ പോകുന്നില്ല. ആളെ കാണിച്ചു തരാം.
അപ്പം മെസ്സേജ് കാണിച്ചു തന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് മുന്നേ ശരിക്കും ആളാരാണ്? ശരിക്കും ആളാരാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അവിടെ വെച്ച് നിർത്തുവാണ്? അവിടെ വെച്ച് നിർത്തുവാണ്. ഓക്കെ, അപ്പം മെസ്സേജ് കാണിക്കുന്നില്ല, ഏയ്, ഉറപ്പിച്ചതാണ്? തീർച്ചയായിട്ടും. അത്രയായല്ലോ, മതി. ഈ വാർത്തയ്ക്ക് പിന്നിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വാർത്ത ഉണ്ടാവുന്നത്? എന്താണ് ഇതിന്റെ മൊത്തത്തിലൊരു എൻ്റെ കഥ? വിവാഹം നടത്താൻ പോകുന്നതിന്റെ വാർത്ത. അതായത് ഞാൻ ഈ നാട്ടിലൊരു എലിജിബിൾ ബാച്ചിലർ ആയിട്ടാണ് മാധ്യമക്കാരെ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് ഞാൻ അനുപമയായിട്ടൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അനുപമയോട് പ്രേമമാണെന്ന് പറഞ്ഞു. അനുപമ പരമേശ്വരൻ ആൾക്ക് ഏറ്റവും നല്ല സുഹൃത്താണ്. സിനിമയിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ മീനാക്ഷി ആയിട്ട് 2 ഫോട്ടോ, അല്ലെങ്കിൽ ദിലീപ് അങ്കിളായിട്ട് ഞാൻ 2 ഫോട്ടോ ഇട്ടപ്പോഴോ കാവ്യ ചേച്ചിയുടെ ഫോട്ടോ ഇട്ടപ്പോഴോ ഉടനെ മീനാക്ഷി എൻ്റെ കല്യാണം ഉറപ്പിച്ചു. 2-3 വർഷം ഈ കാര്യം പോയി. ഇപ്പതാ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളല്ല ഞാൻ. എൻ്റെ ലൈഫിൽ ഏറ്റവും ക്ലോസ് ആയിട്ടൊരു കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു ആളാണ് സെലീനായിട്ട് ഞാൻ സെലീൻ്റെ ഒരു ബർത്ത്ഡേ വിഷ് ഇട്ടപ്പോഴത്തേക്ക് ഓക്കെ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാസ് എ ബിറ്റ് ഓവർ ദ ടോപ്പ്. പക്ഷേ എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ്സ് ആണ് ഞാൻ എക്സ്പ്രസ് ചെയ്തത്. ആൻഡ് അങ്ങനെ ഒരെണ്ണം ഇട്ടപ്പോഴത്തേക്ക് ഉടനെ സുരേഷ് ഗോപിയുടെ മകൻ്റെ വിവാഹം ഉറപ്പിച്ചു. അതെൻ്റെ വീട്ടുകാർ ആദ്യം ഒന്ന് തീരുമാനിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ അതിലോട്ട് എത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചോളാം ഞാൻ. ഏട്ടനെ നിർത്തി അനിയനെ കല്യാണം കഴിപ്പിക്കുന്നത് ശരിയല്ല എന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വിചാരമുണ്ടെങ്കിലും എൻ്റെ ചോദ്യം, സോ യു സിംഗിൾ, റെഡി ടു മിംഗിൾ? ഐ എം സിംഗിൾ, ഡെഫിനറ്റ്ലി നോട്ട് റെഡി ടു മിംഗിൾ. എന്തുകൊണ്ടാന്നുള്ള സംശയം സ്വാഭാവികമായും എനിക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ജീവിച്ച് പൊയ്ക്കോട്ടെ, എന്നെ തന്നെ നോക്കി പോരെ. മറ്റൊരാളെ നോക്കാനുള്ള ഒരു മാനസിക പക്വതയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്നാണോ? മറ്റൊരാളെ നോക്കാനുള്ള ഒരു മാനസിക പക്വതയിൽ എത്തുമ്പോഴത്തേക്കും, അതിലോട്ട് എത്തുന്ന സമയത്ത് അന്ന് കണ്ടുമുട്ടുന്ന ഒരാൾ ചിലപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ആ ഒരു മാനസികാവസ്ഥയിലൂടെ ഞാനും എത്തുമ്പോഴത്തേക്കും, ആ ഒരു സെക്യൂരിറ്റി ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും ലൈഫിൽ ആ ഒരു സ്റ്റേജിലോട്ട് ഞാൻ പോകും. അതുവരെ ഞാൻ എന്നെ തന്നെ ഒന്ന് റെഡി ആക്കിക്കോട്ടെ. ജീവിതത്തിൽ കുറേ അധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കിടപ്പുണ്ട്. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.